ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അഞ്ജുമി അജു ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇന്നത്തെ സ്പെഷ്യൽ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള തനി നാടൻ പൂളക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ 3 പച്ചക്ക ഇതേപോലെ നടുകീറി അരിഞ്ഞിടാം. അതിനുശേഷം 1 കിലോ കപ്പ കൊത്തി അരിഞ്ഞതിന് ശേഷം വൃത്തിയാക്കി ഇതേപോലെ വേവിച്ച് ഊറ്റിയെടുക്കാം. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പലവക സെറ്റാക്കി എടുക്കാം. കഴുകി വെച്ച പലവക കുക്കറിലോട്ടിട്ട് അതിലോട്ട് ഒരു വലിയ സവാള അരിഞ്ഞതും ചെറിയ കായ് തക്കാളിയും 2 അല്ലി പച്ചമുളകും കരിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ മുളക് പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ബീഫ് മസാല എന്നിവ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി വെന്ത് വന്ന പലവകയിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്ക ഇട്ട് വേവിച്ചെടുക്കാം. പച്ചക്ക വെന്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച കപ്പയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു വിസിലും കൂടെ അടിച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ ചിരകിയതും അതേപോലെ ചെറിയ ഉള്ളിയും വലിയ ജീരകവും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇതേപോലെ കുത്തി ഒടിച്ചതിന് ശേഷം നല്ലപോലെ ഒരു പേസ്റ്റ് ഒരു ആങ്കറി ആ ഒരു ടൈപ്പ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ഒഴിച്ച് ഇതേപോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളുടെ പൂളക്കറി ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. തികച്ചും നാച്ചുറലും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മളുടെ പൂളക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.